നമ്മുടെ വീഡിയോയ്ക്ക് എന്താണ് വ്യൂവേഴ്സ് കുറവ്? അതിനെപ്പറ്റി എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടി കിട്ടുന്നില്ല കേസ്. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി അതിനെപ്പറ്റി ആലോചിക്കുക എന്നുള്ളതാണ്. വീട്ടിൽ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടാത്ത കാരണം ഞാൻ വണ്ടി എടുത്ത് പുറത്തോട്ടിറങ്ങി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം കണ്ടൻറ്റാണ് കേസ്. ഈ വെയിറ്റ് ഷെഡിൽ നിൽക്കുന്ന ആളുകൾ നമുക്കൊരു കണ്ടൻറ്റാണ്. അതുപോലെ തന്നെ ആ ലോറി വരുന്നത് അതും ഒരു വെടിക്കെട്ട് കണ്ടൻറ്റാണ്. ആ ഓടിക്കുന്ന ഡ്രൈവറിയാട്ടം വരെ നമുക്കൊരു കണ്ടൻറ്റാണ് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇതാണ്ട് ഇവിടെ ഒരു ഭാഗ്യകട പുതിയ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു കണ്ടന്റ്. അത് ഞാൻ ഇന്നലെ ഇട്ടിട്ട് പക്ഷേ പരാജയപ്പെട്ടു പോയി. എന്നിട്ട് ഇവിടെ നോക്കിയപ്പോൾ നല്ല മഴക്കാറ് കേസ്, അതും നമുക്കൊരു കണ്ടന്റ്. ഈ പോകുന്ന മണ്ണെടുത്തുകൊണ്ട് പോകുന്ന ലോറി വരെ നമുക്കൊരു കണ്ടന്റാണ്. അങ്ങനെ എങ്ങോട്ട് നോക്കിയാലും മൊത്തം കണ്ടന്റ്. ആകെപ്പാടെ കൺഫ്യൂഷനായി കേസ്. ഇവിടെ നിന്നുകൊണ്ട് ഇതിലെ കൂടെ പോകുന്ന വണ്ടിയുടെ എണ്ണം എന്നല്ലാതെ നമുക്ക് വേറെ ഒരു പരിപാടി നടക്കത്തില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ നേരെ പ്രകൃതിയിലേക്ക് ഇറങ്ങി കേസ്. ആ തിരക്കുകൾക്കിടയിൽ നിന്നും ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ ഒരു സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ കാര്യം ഒരു ആലോചിച്ച് നോക്കട്ടെ. ഓരോ ഐഡിയയും കിട്ടിയില്ല. നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് ആലോചിച്ചാലോ? ചായയും കുടിച്ച് ആധികാരികമായിട്ട് യൂട്യൂബിനെ പറ്റി സംസാരിക്കാം എന്ന് കരുതി പോയ ഞങ്ങൾ 2 പൊറോട്ടയും ചിക്കനും മേടിച്ച് അവിടുന്ന് കഴിക്കുകയാണ് കേസ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ പൊറോട്ടയും ചിക്കനും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ മറന്നു കേട്ടോ. പൊറോട്ടയും കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോടാ യൂട്യൂബിനെ പറ്റി ഞങ്ങളൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ എന്ന് ഓർത്തത്. എടാ, നമ്മൾ മുന്നേ യാത്രയല്ലേ ചെയ്തോണ്ടിരുന്നേ, എന്നിട്ടൊന്നും ഒരു ആൾക്കാരൊന്നും നമ്മുടെ വീഡിയോ കാണുന്നില്ലല്ലോ. പക്ഷെ ആൾക്കാർക്ക് അതൊന്നും പോരാ. നമ്മൾ വേറെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഇതാണ് നീ ഇത്ര നേരം തല പോകാഞ്ഞിരുന്ന് ആലോചിച്ച കണ്ടന്റ്. അതൊക്കെ എന്നെണ്ണി തീരാനാണ്. 1 കിലോ അരി എന്നൊക്കെ പറഞ്ഞ 5-6 ലക്ഷം അരി കാണുന്നുണ്ട്. അതെണ്ണി തീരുമ്പോഴത്തേന് 2 മാസം എടുക്കും. അപ്പോഴേക്കും നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് മഴ നനഞ്ഞ് ആലോചിച്ചാലോ? അങ്ങനെ ഞങ്ങൾ മഴ നനയാൻ തീരുമാനിച്ചു കേസ്. ഭയങ്കര മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. എന്നാലും നമ്മൾ ഉള്ള മഴ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു പുളിമരം നിൽക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ അത് കുലുക്കാന്ന് വിചാരിച്ചു. ഞാൻ ഉറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടിയാലും നമുക്ക് വെറുതെ തറയിൽ കിടക്കാം. അത് വെച്ച് തണുപ്പ് കൂടി അടിക്കുമ്പോൾ തലയ്ക്കൊക്കെ ഒരു ഇത് ഒന്ന് ഉറങ്ങി നോക്കട്ടെ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. 2 hours later. ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി അവിടുത്തെ റോഡിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടുന്ന കാഴ്ചകളാണ് കണ്ടത് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും എല്ലാവരും ഭയങ്കര തിരക്കാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ ഓടി നടക്കുകയാണ് കേട്ടോ. ഇത്രയും തിരക്ക് പിടിച്ച ഈ ജനങ്ങളുടെ ഇടയിലോട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആര് കാണാനാണ്? എനിക്കറിയാൻ വരും. ഞാൻ ആ ടെൻഷനായി കേട്ടോ. യൂട്യൂബിൽ ഒറ്റ ദിവസം കൊണ്ട് മില്യൺസ് അടിക്കുന്ന വീഡിയോകളുണ്ട്. ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഈ മില്യൺസിനെ നമ്മുടെ വ്യൂവേഴ്സ് ആക്കി മാറ്റിക്കൂടാ? അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലേ? അല്ല ഉണ്ട്, അല്ല ഉണ്ട്. പറ പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്, അവിടെ വരുന്നുണ്ട്. ആ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്നുള്ള റിപ്ലൈ ഇതാണ്: പൈസ തന്നാലേ ഞങ്ങൾ വീഡിയോ കാണത്തുള്ളൂ. ഞങ്ങൾ കാണുമ്പോൾ നിനക്ക് പൈസ കിട്ടത്തില്ലേ? അങ്ങനെ ഇപ്പം ഞങ്ങൾ കണ്ടിട്ട് നിനക്ക് പൈസ കിട്ടണ്ട. പൈസ തന്നാലേ ഞങ്ങൾ വീഡിയോ കാണത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തെ മുഴുവനും ചിന്തകൾക്ക് ഒടുവിൽ ഞങ്ങൾക്കൊരു ഫ്രഷ് കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്നാന്ന് ഞങ്ങൾ കാണിച്ചു തരാം. പെപ്സിക്കകത്തോട്ട് മെൻഡോസ് ഇടുന്ന പരിപാടി ചെയ്തുകൊണ്ട് നമ്മുടെ കണ്ടന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് കേട്ടോ. നാളെ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഭീകര കണ്ടന്റ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് കണ്ടന്റിന് ക്ഷാമമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും ചെയ്ത ഫേമസ് പരിപാടി കൊക്കോളക്കകത്ത് മെൻഡോസ് ഇട്ട് പൊട്ടിക്കാൻ പോവാണ് ഗൈസ്.
അതിനുവേണ്ടി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഗെയ്സ് കൊക്കക്കോള എന്ന കമ്പനിയുടെ 20 രൂപയുടെ ബോട്ടിലാണ് കേട്ടോ. എങ്ങാനും GTP കഴിഞ്ഞാൽ 20 രൂപയല്ലേ പോകുള്ളൂ. ഇതിന് 20 രൂപ ഉള്ളൂ. ഓക്കെ ഗെയ്സ്, നമുക്ക് ഇട്ട് നോക്കാവേ. ഗെയ്സ് നോക്കിക്കോണം. ഗെയ്സ് ഇനി 2 കൂടി മിച്ചമുണ്ട്. നമുക്ക് 2 കൂടി ഒരുമിച്ച് ഇട്ട് നോക്കാവേ. ഇത് ഫെയിലായി പറഞ്ഞാൽ ഫുള്ള് വിടണമായിരുന്നു. ഗെയ്സ് നമ്മുടെ ആ പരിപാടി സക്സസ് ആയി കേട്ടോ. അപ്പോൾ യൂട്യൂബേഴ്സ് ഒക്കെ കാണിക്കുന്നത് ഇതൊന്നും ഫേക്ക് അല്ല, ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. എന്നിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നതാണ്. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. സക്സസ് ആയി ഗൈസ്. ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാ ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതൊക്കെ ഫേക്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ മടിയാ. ഗെയ്സ് നമ്മളിപ്പോൾ ചെയ്ത സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് ആകുമോ അതോ ഫെയിൽ ആയി പോവോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും സക്സസ് ആകും എന്നുള്ളതിനകത്ത് ഒരു എന്താ പറയുന്നത്, ഒരു സംശയം വേണ്ട. നമ്മൾ അതിനുള്ള പരിപാടികളൊക്കെ ഇണങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ കുഞ്ഞായി? ആ, നമ്മൾ അടുത്ത നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് പുതിയ പരിപാടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നാളെ തന്നെ വെടിക്കെട്ട് പരിപാടിയായിട്ട് വരും ഉറപ്പായിട്ടും. അപ്പോൾ ആരും വിട്ടുപോകരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നല്ല കണ്ടന്റ് ഇട്ടാൽ നല്ല വ്യൂവേഴ്സിനെ കിട്ടും. അപ്പോൾ നമ്മൾ നല്ല കണ്ടന്റ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ട്രാവലിംഗ് വ്ളോഗുകളൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ വേറൊരു ഡെയിലി വ്ളോഗിലേക്ക് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കിന് ഓഡിയൻസിന് ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഓഡിയൻസ് നമുക്കിപ്പോൾ ഇല്ലാത്തത്. നമ്മുടെ ഈ ഒരു ജേണലിലുള്ള പരിപാടിക്കുള്ള ഓഡിയൻസിന് നമുക്ക് കിട്ടുന്നോടം വരെ നമ്മുടെ വ്യൂവേഴ്സ് കണക്കായിരിക്കും 100-150 ആ ലെവലായിരിക്കും. പക്ഷേ ഇത് നമ്മളെപ്പോഴും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓഡിയൻസ് ഉറപ്പായിട്ടും വരും എന്നുള്ളതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി ചെയ്തത്. ഇത് ചുമ്മാ ചെയ്താൽ കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് ചെയ്താൽ. അപ്പോൾ ഗെയ്സ് എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗെയ്സ്. അപ്പം പേടിക്കൊന്നും വേണ്ട, നമുക്ക് മില്യൺ കണക്കിന് വ്യൂവേഴ്സിനെ കിട്ടും അല്ലേ കുഞ്ഞായി? കിട്ടിയിരിക്കും. അതിനുള്ള പരിപാടി നമ്മൾ ചെയ്യും ഗെയ്സ്, ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും खत्म. बाय बाय, टाटा, गुड बाय.